നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സെക്രട്ടേറിയറ്റ് പടിക്കൽ കഴിഞ്ഞ 266 ദിവസമായി ആശമാർ നടത്തുന്ന രാപ്പകൽ സമരം ഒടുവിൽ അവസാനിക്കുന്നു. കേരളപ്പിറവി ദിനത്തിൽ, അതായത് നാളെ വിജയപ്രഖ്യാപനം നടത്തുമെന്ന് ആശമാർ വ്യക്തമാക്കി. ഓണറേറിയം 1000 രൂപ വർദ്ധിപ്പിക്കാൻ സർക്കാർ തീരുമാനമെടുത്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് ആശമാർ പുതിയ തീരുമാനം അറിയിച്ചിരിക്കുന്നത്. നാളെ സമരപ്രതിജ്ഞാ ദിനമായിരിക്കുമെന്നും കൂടുതൽ സമരരീതിയെക്കുറിച്ചുള്ള പ്രഖ്യാപനം ഉണ്ടാകുമെന്നുമാണ് സൂചന. വിവിധ ജില്ലകളിലേക്ക് പ്രതിഷേധം വ്യാപിപ്പിക്കുക എന്ന തീരുമാനത്തിലാണ് നിലവിൽ ആശമാർ ആയിരിക്കുന്നത്. സമരരീതിയിൽ മാറ്റം വരുന്നുണ്ട്. വിവിധ ഘട്ടങ്ങളിലൂടെയാണ് ആശമാരുടെ സമരം കടന്നുപോയത്. 265 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. ദീർഘകാലം നിരാഹാരം കിടന്നും മുടി മുറിച്ചും സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയും മഹാറാലി സംഘടിപ്പിച്ചുമൊക്കെയായിരുന്നു ആശമാരുടെ പ്രതിഷേധം അരങ്ങേറിയത്. നാളെ 266 ദിവസത്തിലേക്ക് എത്തുമ്പോഴാണ് സമരം അവസാനിപ്പിക്കുന്നത്. ആശാപ്രവർത്തകരുടെ ഓണറേറിയം 7000 രൂപയിൽ നിന്ന് 8000 രൂപയാക്കിയാണ് കഴിഞ്ഞ ദിവസം വർദ്ധിപ്പിച്ചത്. ഓണറേറിയം 21,000 രൂപയാക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു ഇവരുടെ സമരം. സർക്കാരിന്റെ പുതിയ പ്രഖ്യാപനം നേട്ടമെന്ന് വിലയിരുത്തിക്കൊണ്ടാണ് നിർണായക തീരുമാനമെടുത്തിരിക്കുന്നത്. ഓണറേറിയം വർധനയുടെ ക്രെഡിറ്റ് നേടാൻ CIT അടക്കം ശ്രമം നടത്തുന്നുണ്ട്. അതിനിടയിലാണ് ആശമാർ നിർണായക നീക്കം നടത്തുന്നത്. സർക്കാരിന്റെ ഇപ്പോഴത്തെ ഈ തീരുമാനത്തിന് കാരണം തങ്ങളുടെ സമരമാണ് എന്ന് ആശമാർ പറയുന്നു. പക്ഷെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആഹ്ലാദ പ്രകടനം നടത്താൻ CIT അനുകൂല ആശാപ്രവർത്തകർ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ CIT ഒരു ക്രെഡിറ്റ് തട്ടിയെടുക്കാനുള്ള ശ്രമം നടത്തുന്നതിനിടയിലാണ് ആശമാർ നിർണായകമായ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. രാവിലെ 10 മണിക്കാണ് പരിപാടി. വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആശമാരെ അവഗണിച്ചവർക്കെതിരെ വിധി എഴുതണമെന്ന് ആവശ്യപ്പെട്ട് വീടുകൾ കയറി ക്യാമ്പയിൻ നടത്താനും സമരസമിതി തീരുമാനിച്ചു. സെക്രട്ടേറിയറ്റ് പടിക്കൽ നടത്തുന്ന രാപ്പകൽ സമരം ആശാപ്രവർത്തകർ എന്തായാലും അവസാനിപ്പിക്കുകയാണ്. ഇനി ജില്ലകളിലേക്ക് സമരം വ്യാപിപ്പിക്കാനാണ് ആശാപ്രവർത്തകരുടെ തീരുമാനം. നിർണായക നീക്കത്തിലേക്കാണ് അവർ നടക്കുന്നത്. സമര ചരിത്രത്തിലെ ഐതിഹാസിക ഏടായി ആശാ സമരം മാറിയത് നമ്മൾ കണ്ട കാഴ്ചയാണ്. എന്തായാലും ആശാപ്രവർത്തകരുടെ ഓണറേറിയം വർധനയുടെ ക്രെഡിറ്റിനെ ചൊല്ലിയുള്ള തർക്കം തീരുന്നില്ല. തീർച്ചയായിട്ടും അതിന്മേൽ ഒരു CIT അതൊരു ക്രെഡിറ്റ് എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ്. എന്തായാലും അവരവരുടെ സമരം, സെക്രട്ടേറിയറ്റ് പടിക്കലുള്ള സമരം അവസാനിപ്പിക്കുന്നു. തീർച്ചയായിട്ടും ഒരുപാട് ദിവസങ്ങൾ അവർ മഴയേറ്റും വെയിലേറ്റും മഞ്ഞേറ്റും ചൂടേറ്റും ഒക്കെ സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം ചെയ്യുകയായിരുന്നു. നിരാഹാര സമരം, മുടിമുറിക്കൽ സമരം, അങ്ങനെ ഒരുപാട് സമര രീതികൾ കണ്ടു. എല്ലാ ജില്ലകളിൽ നിന്നും ആശാപ്രവർത്തകർ സെക്രട്ടേറിയറ്റ് പടിക്കലേക്ക് സമരത്തിനായി എത്തുന്ന കാഴ്ച കണ്ടു. എന്നാലും 1000 രൂപയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. സമര വിജയമായി തന്നെ അവരത് കണക്കാക്കുന്നുണ്ട്. വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആശമാരെ അവഗണിച്ചവർക്കെതിരെ വിധി എഴുതണമെന്ന് ആവശ്യപ്പെട്ട് വീടുകൾ കയറി ക്യാമ്പയിൻ നടത്താനും സമരസമിതി തീരുമാനിച്ചിരിക്കുകയാണ്. അതേസമയം മുഖ്യമന്ത്രിക്കും സർക്കാരിനുമൊക്കെ അഭിവാദ്യം അർപ്പിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആഹ്ലാദ പ്രകടനം നടത്താൻ ഒരുങ്ങുകയാണ് CIT-ന്റെ ശ്രമത്തെ തകർക്കാൻ തന്നെയാണ് ആശമാരുടെ നിലവിലെ തീരുമാനം. ആശാ സമരത്തെ അവഗണിച്ച സർക്കാരിന് വോട്ടില്ല എന്ന മുദ്രാവാക്യവുമായി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് കൂടി ഇറങ്ങുകയാണ് ആശാപ്രവർത്തകർ. സർക്കാരിനെതിരെ നിലപാട് കടുപ്പിക്കാൻ തന്നെയാണ് ആശാപ്രവർത്തകരുടെ തീരുമാനം. തങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ സമരവുമായി മുന്നോട്ടെന്ന് സമരക്കാർ വ്യക്തമാക്കി. സമരം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നതിലുള്ള തീരുമാനം നാളെ ഉണ്ടാകും. സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം മാത്രമേ അവസാനിപ്പിക്കുന്നുള്ളൂ. സർക്കാരിനെതിരെയുള്ള സമരം തുടരുമെന്ന് തന്നെയാണ് ആശമാർ അറിയിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവരവരുടെ ആവശ്യങ്ങളൊക്കെ സമരവേദികളിൽ ഉറക്കെ പ്രഖ്യാപിച്ചിരുന്നു. പ്രത്യേകിച്ച് ഏറ്റവും ഒടുവിൽ ക്ലിഫ് ഹൗസിന് മുന്നിൽ നടത്തിയ ആ ഒരു സമരം റാലി വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് നയിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. ക്ലിഫ് ഹൗസിൽ അന്ന് നടത്തിയ സമരത്തിനിടെ ആശമാർ പ്രതികരിച്ചത് അവരുടെ പ്രതികരണത്തിലേക്ക് ഒരിക്കൽ കൂടി. പ്രിയമുള്ളവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമ്മുടെ നേതാക്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടതിന് ശേഷമാണ് ഈ 256 ദിവസം നമ്മൾ ഈ ക്ലിഫ് ഹൗസിന്റെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഇവിടെ നമ്മളുടെ സർക്കാർ നമ്മളോട് ഏത് രീതിയിലൊക്കെയാണ് പെരുമാറുന്നത് എന്നുള്ളത് നമ്മൾ ഇവിടെ വന്നപ്പോൾ ഇന്ന് കണ്ടു. എത്രയോ നാളുകളായിട്ട് നമ്മൾ അനുഭവിക്കാത്ത പ്രശ്നങ്ങളില്ല. നാണമില്ല ഇവർക്ക്. തൊഴിലാളികളുടെ പേര് പറഞ്ഞു എന്തെങ്കിലും 10 പൈസ ഉപകാരം ഈ നാട്ടിലെ സാധാരണ ജനങ്ങൾക്ക് ചെയ്തിട്ടായിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു. ആശമാർക്ക് മാത്രമല്ല ഒരാൾക്കും പറഞ്ഞിട്ടില്ല. എന്നിട്ടിപ്പോ നവംബർ 1-ാം തീയതി അതിദരിദ്രമില്ലാത്ത കേരളം ഉണ്ടാക്കാൻ പോവാണ്. അതിനായിട്ട് 200 രൂപ നമ്മുടെ വയോധികർക്ക് ക്ഷേമ പെൻഷൻ കൂട്ടിക്കൊടുക്കും പോലും നവംബർ 1-ാം തീയതി. നാളെ ഇതൊക്കെ ആരെ പറ്റില്ല. 9 വർഷം ഇരുന്നിട്ട് മാസങ്ങളോളം ഈ ക്ഷേമ പെൻഷൻ കുടിശ്ശികയാക്കിയ ആളുകൾ, പാവപ്പെട്ട നിർമ്മാണ തൊഴിലാളികളുടെ അവരുടെ ക്ഷേമനിധി പെൻഷൻ എത്രയോ മാസങ്ങളായിട്ട് കൊടുക്കാതിരിക്കുന്ന ആളുകൾ, നിങ്ങൾക്ക് നാണമില്ലേ? ഈ നാട്ടിലെ ജനങ്ങള്
കഴിഞ്ഞ 9 വർഷമായിട്ട് ഒരു തൊഴിലാളി സമരം നടത്താൻ അനുവദിക്കാത്ത തൊഴിലാളി സമരങ്ങളെ അല്ലാതെ ഞങ്ങള് ഇവിടെ പറഞ്ഞ അദാനിയുടെയും യൂസഫ് അലിയുടെയും അതുപോലുള്ള ആളുകളുടെ ഒന്നും കാശ് കൊണ്ടല്ല പ്രവർത്തിക്കുന്നത്. ഈ നാട്ടിലെ തൊഴിലാളികൾ, ഓട്ടോറിക്ഷ തൊഴിലാളികളും ചുമട്ടു തൊഴിലാളികളും കച്ചവടക്കാരും ചെറുകിട വ്യാപാരികളും ജീവനക്കാരും അടക്കമുള്ള പണിയെടുക്കുന്ന ആളുകൾ അവരുടെ അധ്വാനത്തിൽ നിന്നുള്ള ചില്ലിത്തൊട്ടുകൾ സംഭാവന ചെയ്തുകൊണ്ടാണ് 8.5 മാസം ഈ ആശാസമരത്തെ പോറ്റിയത്. അവരത് ചെയ്തത് എന്തിനാണെന്നറിയാമോ? ഇവിടെ DA കൊടുക്കാത്ത, ഇവിടെ പെൻഷൻ കൊടുക്കാത്ത, സമയത്ത് സാധാരണക്കാരന് കൊടുക്കാനുള്ളതൊന്നും കൊടുക്കാത്ത, സർക്കാർ ആശുപത്രിയിലെ ചികിത്സയ്ക്ക് വേണ്ടുന്ന ഫണ്ട് കൊടുക്കാത്ത, സർക്കാർ ആശുപത്രിയിൽ പോകുന്ന ആളുകളെ നരകതുല്യം പീഡിപ്പിക്കുന്ന ഈ സർക്കാരിനോട് എങ്ങനെ പകരം ചോദിക്കണമെന്ന് നാട്ടിലെ ആളുകൾക്ക് അറിയില്ലായിരുന്നു. ആശാസമരം വന്നപ്പോൾ അവർക്ക് മനസ്സിലായി ഇതാണ് മാർഗം. പിണറായി വിജയന്റെ ഇരട്ടച്ചങ്കിന് മുന്നിൽ നല്ല തന്റേടത്തോടുകൂടി പെണ്ണുങ്ങൾ ഇറങ്ങി നിൽക്കുമെന്ന് മനസ്സിലായി. ഇരട്ടച്ചങ്കൊക്കെ എന്ന് പറയുന്നത് ഒരു വൈകല്യം തന്നെയാണ്. അത് എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്ത് ഒറ്റ ചങ്ങാക്കി മാറ്റി മനുഷ്യനായിട്ട് ഈ കസേരയിൽ നിന്ന് ഇറങ്ങി പോകണം. അല്ലെങ്കിൽ മരിച്ചാലും നിങ്ങളോടൊപ്പം ഉണ്ടാകും. ഈ ആശമാരുടെ, ഈ നാട്ടിലെ സാധാരണ ജനങ്ങളുടെ വെറുപ്പ് അതേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. എന്തായാലും ഞങ്ങളോട് ചെയ്യാനുള്ളതിന്റെ, ആശമാരോട് ചെയ്യാനുള്ളതിന്റെ പരമാവധി ചെയ്തു. ഇനി എന്ത് ചെയ്താലും സഹിക്കുവാൻ തയ്യാറായിട്ടാണ് ഈ ആശമാർ ഇവിടെ വന്നിരിക്കുന്നത്, ഈ ക്ലിഫ് ഹൗസിന് മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അല്പമെങ്കിലും മാന്യത, മനുഷ്യത്വം, മനുഷ്യനാണോ എന്ന് തെളിയിക്കാനുള്ള അവസരമാണിത്. ഇപ്പോഴെങ്കിലും അതിന് തയ്യാറായില്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് മറ്റു ചില മാർഗങ്ങളും കൂടെ ഉണ്ട്. അതുകൊണ്ട് ഇത് ഞങ്ങളുടെ അവസാനത്തെ ആവശ്യമാണ്. ജനാധിപത്യപരമായ രീതിയിൽ ഞങ്ങൾ സമരം ചെയ്യാവുന്നതിന്റെ പരമാവധി ഞങ്ങൾ ചെയ്തു. ഇനിയും മുതലാളിമാരുടെ ഭാഷ മാത്രമേ മനസ്സിലാവുള്ളൂവെങ്കിൽ, തൊഴിലാളികളുടെ ഭാഷ മനസ്സിലാവില്ലെങ്കിൽ സഖാക്കൾ മേളിലിരിക്കത്തേ ഉള്ളൂ. താഴെ വീടുകളിൽ വരുന്ന സഖാക്കളുണ്ടല്ലോ, ഇറങ്ങാൻ പോവാണ്. ഫെബ്രുവരി മാസം, ജനുവരി മാസം നമ്മുടെയൊക്കെ വീടുകളിലേക്ക് ഈ ആശമാര് പോയി സേവനമനുഷ്ഠിക്കുന്ന വീടുകളിലേക്ക് സഖാക്കന്മാര് വരുന്നുണ്ട്. വരുമ്പം എന്താണ് ഭരണത്തിന്റെ ആ നേട്ടങ്ങളെ കുറിച്ച് നമ്മളെ ബോധവൽക്കരിക്കാനാണ് വരുന്നത്. നല്ലവണ്ണം നമ്മൾ ബോധവൽക്കരിച്ചു വിടും. കേരളത്തിലെ സ്ത്രീകൾ നല്ലവണ്ണം ബോധവൽക്കരിച്ചു വിടും. ഒരു സംശയവും വേണ്ട. ഈ കേരളത്തിലെ സ്ത്രീകൾ, അമ്മമാര് നമ്മളുടെ കൂടാണ്. അതുകൊണ്ട് സഖാക്കന്മാരെ ബോധവൽക്കരിക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് സഖാക്കന്മാരെല്ലാം റെഡിയായിക്കൊണ്ട് കിട്ടുന്ന നക്കാപ്പിച്ചയെ വാങ്ങിച്ചുകൊണ്ട് വരിക ഞങ്ങളുടെ വീടുകളിലേക്ക്. പഞ്ചായത്ത് ഇലക്ഷനും അസംബ്ലി ഇലക്ഷനും ഒക്കെ ആകുമ്പോൾ ഞങ്ങളുടെ വീടുകളിലേക്ക് വരുക. വലിയ വലിയ ഹോർഡിങ്ങുകൾ വെച്ചിട്ടുണ്ടല്ലോ, എത്ര കോടിയാണ് ചെലവാക്കുന്നത്? നിങ്ങൾക്ക് നാണമില്ലേ?